മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ 45-ാം വാർഷിക ഭാഗമായി ചെമ്പരിക്ക ഗവൺമെന്റ് യു പി സ്കൂളിൽ സ്കൂൾ കുട്ടികൾക്കായി സയൻസ് ക്ലബ്ബ് ഒരുക്കിയ പരിപാടി ശ്രദ്ധേയമായി. കുട്ടികൾ ചന്ദ്രനെ അടുത്തറിഞ്ഞ് ചന്ദ്രയാത്രികരോട് നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. ചന്ദ്രനെക്കുറിച്ചുള്ള നിരവധി സംശയങ്ങളും കൗതുകവും മനസ്സിൽ പേറുന്ന കുട്ടികൾക്കിടയിലേക്ക് 10 അടിയിലേറെ വ്യാസമുള്ള പൂർണ്ണചന്ദ്രന്റെ രൂപം തെളിഞ്ഞു വന്നപ്പോൾ ചെമ്പരിക്ക ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രലോകത്തെക്കുറിച്ചുള്ള ആകാംക്ഷ വർദ്ധിച്ചു. പാച്ചു എന്ന കുട്ടി കാണുന്ന സ്വപ്നത്തിലൂടെയാണ് വ്യത്യസ്തതയാർന്ന ചന്ദ്രദിനാഘോഷ പരിപാടി സ്കൂളിൽ നടന്നത്. മനുഷ്യപേടകമായ അപ്പോളോ 2 സ്വപ്നം പോലെ വന്നിറങ്ങി. പ്രത്യേകം സജ്ജമാക്കിയ ഇരുട്ടുമുറിയിലാണ് സയൻസ് ക്ലബ്ബ് ഒരുക്കിയ പരിപാടിയിൽ ചന്ദ്രൻ പ്രഭ ചൊരിഞ്ഞത്. പൂർണ്ണചന്ദ്രന്റെ രൂപത്തിലേക്ക് ചാന്ദ്രവാഹനം പറന്നിറങ്ങി. അതിൽ നിന്ന് ചന്ദ്രയാത്രികർ പുറത്തു വന്നു. തുടർന്ന് കുട്ടികൾ ചന്ദ്രനോടും യാത്രികരോടും നിരവധി ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ സംശയങ്ങൾ ഇല്ലാതാക്കി. മാമൻ എത്ര ദൂരത്താ, എന്നാലും ഞങ്ങൾ മനുഷ്യർ മാമനാൽ വന്നിറങ്ങിയില്ലേ? അതെ, ഇന്നേക്ക് 45 വർഷം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1969 ജൂലൈ 21 നിങ്ങളിൽ 3 പേർ വന്നു. നീൽ ആംസ്ട്രോങ്, എഡിൻ ആൽഡ്രിൻ, മൈക്കിൾ കോളിൻസ് എന്നിവർ. ചന്ദ്രനിൽ ഇവിടുത്തെ പോലെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? ചന്ദ്രനിൽ വായുമണ്ഡലമില്ലാത്തതിനാൽ സംസാരിക്കുന്നത് കേൾക്കാൻ സാധിക്കില്ല. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ 45-ാം വാർഷിക പരിപാടികൾ കുട്ടികളിൽ ശാസ്ത്ര കൗതുകം ഉണർത്തിയതായി അധ്യാപകർ പറഞ്ഞു. ഞങ്ങൾ വലിയൊരു ചന്ദ്രൻ്റെ രൂപമുണ്ടാക്കുകയും അതിലേക്ക് ചാന്ദ്രവാഹനം അല്ലെങ്കിൽ അപ്പോളോ 2 ഇറങ്ങുന്നതിൻ്റെ ഒരു രംഗം ആവിഷ്കരിക്കുകയും ചെയ്തു. അതിൽ പോയ യാത്രക്കാരെയും ഞങ്ങൾ നാട്ടുകാർക്കും കുട്ടികൾക്കും വേണ്ടി ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ കുട്ടികൾ വളരെ വിശദമായി ചന്ദ്രനെ പറ്റി നല്ല വിവരം ലഭിക്കുമാറ് ഒരുപാട് ചോദ്യങ്ങൾ ചന്ദ്രമനുഷ്യനോടായിട്ടും അതുപോലെ അമ്പിളിമാമനോടായിട്ടും ചോദിക്കേണ്ടായി. ഇതിനെ മറുപടി പറയുകയൊക്കെ ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ പരിപാടി ഇവിടെ അവതരിപ്പിച്ചത്. 45-ാം ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂൾ സയൻസ് ക്ലബിൻ്റെ വകയായി ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും കൂടി സംഘടിപ്പിച്ച ഒരു പരിപാടിയാണിത്. സ്കൂളിൽ ഒരുക്കിയ വ്യത്യസ്ത പരിപാടി കുട്ടികൾക്ക് ചന്ദ്രനെ ചോദ്യങ്ങളിലൂടെ അടുത്തറിയാൻ സാധിച്ചു. PTA കമ്മിറ്റി സഹകരണത്തോടെയാണ് പരിപാടി ഒരുക്കിയത്.